കൂടി പരിചയപ്പെടുത്തുന്നു. PG&A എയർ ഫ്യൂഷൻ 12 ലിറ്റർ. ഇതിലാണെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം, റോട്ടിസറി ഗ്രില്ല് ചെയ്യാം, പിന്നെ അനവധി സവറി ബേക്സ്, കേക്ക്സ് എല്ലാം ഉണ്ടാക്കാം ഗൈസ്. ഇതിൻ്റെ എയർ ഫ്രയർ ആണ് ഗൈസ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബോക്സാണ്. ഇതിൽ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസമാവില്ല. ഇതിൽ എണ്ണയില്ല, അത് ചിക്കൻ ഉണ്ടാക്കാം. എണ്ണയില്ല, ചിക്കൻ മാത്രമല്ല, ഇപ്പം എണ്ണയിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ഇതിലുണ്ടാക്കാം. എണ്ണയിലുണ്ടാക്കാം. ഇതിൽ എണ്ണ ഇടാതെ എന്ത് വേണി ഉണ്ടാക്കാം. ചിക്കനോ എന്ത് വേണി, ഒരു തുള്ളി എണ്ണ പോലും വേണ്ട. 100% ലെസ് ഓയിലാണ്. ഇതിൻ്റെ ആക്സസറീസ് ആണ് പടങ്ങൾ ഗൈസ്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ എയർ ഫ്രയർ. നമ്മൾ കുറേ നാളായിട്ട് ആലോചിക്കുമായിരുന്നു ഇത് എയർ ഫ്രയർ മേടിക്കാൻ. എൻ്റെ ആദ്യം ഒരു സവലായി കണ്ടോ. നല്ല വലുതാണ്, 12 ലിറ്റർ കപ്പാസിറ്റി, 2 ലിറ്റർ, 2 ഇയർ വാറണ്ടിയാണ് ഗൈസ്. ഇത് മറ്റേ ഫ്രൈ ബാസ്ക്കറ്റ്, ഓട്ടിസറി ഷാഫ്റ്റ്, ട്രേ, 2 മെഷ് റാക്സ്, റിമൂവൽ ടൂല്, പിന്നെ റീസെറ്റ്, പിന്നെ മിനിറ്റ് ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഓട്ടോ ഷട്ട്, ഒരു 90 മിനിറ്റ് ടൈമർ, ഓട്ടോ ടേൺ, ഇതൊക്കെയാണ് ഗൈസ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ കത്തി എടുത്തിട്ടുണ്ട്. ചെറിയ കത്തി ഗൈസ്. എനിക്ക് വലിയ കത്തിയാണ് ഗൈസ്. പക്ഷെ നമുക്ക് നല്ല സാധനം കിട്ടുന്നുണ്ട്. ഒന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. നമ്മുടെ എയർ ഫ്രയർ തുറക്കാൻ പറ്റുകയാണ്. ഞങ്ങളുടെ ഡ്രീം സാധനമാണ് ഗൈസ്. വീട്ടിലെല്ലാവരും ആലോചിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ തുറന്നപ്പോൾ തന്നെ നമ്മൾ കാണിച്ചേക്കണ 2 ഗൈസ് ഇത് സാധനം ഗൈസ്. 2 മെഷ് റാക്സ് കണ്ടോ ഗൈസ്. ലൈറ്റ് കാണിച്ചു. 2 മെഷ് റാക്സ് കണ്ടോ. ഇത് കണ്ടോ, 2 മെഷ് റാക്സ്. അതാണ് ഗൈസ്. നമുക്കിനി അൺബോക്സിങ് അല്ലേ നമ്മൾ ചെയ്യുന്നത് ഗൈസ്. നമുക്ക് മെഷ് റാക്സ് എടുക്കാം. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഗൈസ് വളരെ വെയിറ്റ് ഉള്ളതാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര വെയിറ്റ്. ഇപ്പം നമുക്ക് ഇതിനെ ഊരെടുക്കാൻ പറ്റും ഗൈസ്. ഊരെടുത്ത് ഗൈസ്. ഊരെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സറീസ്, 2 മെഷ് റാക്സ്, ഈ കബാബ് ഉണ്ടാക്കാനുള്ള ഇത്, റോട്ടിസറി ഇതിൻ്റെ അകത്ത് മെഷ് റാക്സ്, മറ്റേ ഇതില്ലേ ഗൈസ്, നമ്മുടെ പേരെന്നാ ഗൈസ്, നമ്മുടെ ഓവൻ ബാസ്ക്കറ്റ് ഇതിനകത്താണ്. എയർ ഫ്രയർ ഗൈസ് നമുക്ക് ഓരോന്നോരായിട്ട് പരിചയപ്പെടുത്തെടുക്കാം ഗൈസ്. നമ്മുടെ ഓവൻ്റെ റിമൂവൽ ടൂളാണ്. കത്തി എടുത്ത് പൊട്ടിക്കാം. ഇത് നല്ല സേഫസ്റ്റ് പാക്കിംഗ് ആണ് ഗൈസ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഏകദേശം ഇതിൻ്റെ വില 15,000 രൂപയായിരുന്നു. പിന്നെ അല്ലാതെ കുറഞ്ഞ് ഗൈസ് ഇത് 8,200 രൂപയായി. 8,200 നിന്ന് കുറഞ്ഞ് ബിഗ് ബില്യൺ ഡേയ്സിനാണ് ഓർഡർ ചെയ്തത്. ബിഗ് ബില്യൺ ഡേയ്സിന് ഓഫറുണ്ട്. 8,200 സാധനം എനിക്ക് കിട്ടിയേക്കാൻ എത്രയൊക്കെയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ പറയട്ടെ. നമുക്ക് ഇതൊരു 5,600 രൂപയ്ക്ക് കിട്ടി. 8,200 രൂപ സാധനം 5,600 രൂപയ്ക്ക് കിട്ടി. ആണ് ഗൈസ്. നല്ല വെയിറ്റുള്ള സാധനമാണ്. റബ്ബറാണ് ഈ മെറ്റീരിയൽ. ഇതാണ് എൻ്റെ ഈ ഓവൻ ബാസ്ക്കറ്റ് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ എടുക്കാനുള്ള ടൂള് ഇതാണ് വെച്ചിട്ടുണ്ട്. ഇത് ഗൈസ് ചുമ്മാ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഗൈസ്. ഇതിങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അത് നമുക്ക് വേറെ വീഡിയോ ഇടാം ഗൈസ്. നമുക്ക് ഇത് എടുക്കട്ടെ ഗൈസ്. നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. മെഷ് റാക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പഞ്ഞി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ റിമൂവൽ ടൂള് കിട്ടിയിട്ടുണ്ട്. പ്ലസ് നമുക്കിവിടെ ഇത് ഡ്രിപ്പ് ട്രേ എന്ന് ഒരു സാധനമുണ്ട് ഗൈസ്. നമ്മളെ സാധനങ്ങൾ താഴെ വരെ വയ്ക്കാൻ ഡിപ്പ് ട്രേ ഗൈസ് കണ്ടോളൂ ഗൈസ്. നമുക്ക് ഡിപ്പ് ട്രേ കിട്ടിയിട്ടുണ്ട്. ഇത് ഇരുമ്പും പ്ലാസ്റ്റിക്കും മിക്സായ ഒരു മെറ്റീരിയൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന മെഷ് ട്രേസ് ആണ് നമുക്ക് എടുക്കേണ്ടത് ഗൈസ്. എടുത്തിട്ടുണ്ട്. ഇച്ചിരി പാട് വിടണം പൊട്ടിക്കണം. നല്ല പാട് കിട്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത്. ഞാൻ ശരിക്കും കാണിച്ചു തരാം. അത് ഗൈസ് 2 ഉണ്ട് ഗൈസ് മെഷ് ട്രേസ്. നമ്മൾ ഈ വീഡിയോ കുക്ക് ചെയ്യണ വീഡിയോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അത് അടുത്ത വീഡിയോ കാണിക്കും ഗൈസ്. അടുത്ത സാധനങ്ങളെല്ലാം എടുക്കാവേ. അടുത്ത സാധനം നമ്മുടെ റോട്ടിസറി വെക്കാനുള്ള ഈ
കബാബ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സാധനം ഇതിൻ്റെ വട്ടത്തിരിക്കുന്ന സാധനം ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്. നമുക്ക് എയർ ഫ്രയർ എടുത്ത് പുറത്ത് വയ്ക്കണം. നല്ല പാടുള്ള പരിപാടിയാണ്, നല്ല വെയിറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനടുത്ത് പുറത്ത് വെച്ച് കാണിച്ചു തരാം. നമ്മളെടുത്തു. ഞാൻ വിചാരിച്ചില്ല എനിക്ക് എടുക്കാൻ പറ്റുമെന്ന്. ഞാൻ തന്നെ ഇങ്ങനെ എടുത്തു ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുത്തു ഗൈസ്. ഇതെൻ്റെ എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടിയിൽ എൻ്റെ താഴെ നമുക്ക് ഇത് പേപ്പർ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മാനുവൽ ഇത് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ഇവ നമുക്ക് സാധനം കിട്ടുന്നത് നമ്മളെല്ലാം അൺബോക്സ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഘടകം ഗൈസ്. ഇനിയാണ് എൻ്റെ എയർ ഫ്രയർ. കണ്ടില്ല ഗൈസ്, ആഗ്രഹിച്ചാണ് ഗൈസ്. നല്ല ബിൽഡ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് നമുക്കിന്ന് കുത്താൻ പ്ലഗർ വരുന്നുണ്ടല്ലോ. അതേ ഇരിക്കുന്നു പ്ലഗർ കുത്താൻ. നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇത് ചുറ്റി ഭയങ്കര സേഫ്റ്റിക്കാണ് വെക്കുന്നത്. താഴെ പൊട്ടുപോയി ഗൈസ്, അദ്ഭുത സേഫ്റ്റിയാണ്. നമ്മുടെ സംഭവം കിട്ടുന്നുണ്ട്, ഫുള്ളായിട്ട് പൊട്ടിക്കും. ഐസ് ഞാൻ പൊട്ടിച്ചെടുത്ത് കാണിച്ചിട്ടായി ഐസ്. അങ്ങനെ നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് കളഞ്ഞു. നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ലെയർ ഉണ്ട് ഡിസ്പ്ലേയിൽ. പക്ഷെ നമ്മളിത് ഇപ്പോൾ കളയുന്നില്ല, കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ എങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്രാക്കാ വയ്ക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ക്രാക്കാവുന്ന മെറ്റീരിയലാണിത്. വലിയ കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ്. എന്നിട്ട് നമ്മുടെ സാധനങ്ങളാണ്. നമുക്കൊന്ന് തുറക്കട്ടെ. നമുക്ക് തുറക്കാൻ ഇച്ചിരി പാടാണ്. തുറക്കാം, ഭയങ്കര ശക്തി വേണം തുറക്കാൻ. നമ്മൾ തുറന്നിട്ടുണ്ട് ഈ സാധനം. നമ്മൾ ആരാണ് തുറന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം തുറക്കാനുള്ള സമയമായി ഗൈസ്. ഇതിൻ്റെ ഇത് നല്ല മെറ്റീരിയൽ. ഇതിൻ്റെ അകത്തെ സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് തുറക്കുന്ന സാധനം. ഇവിടെ വെച്ച് സാധാരണ ചില്ല് പോലെ ടിങ് ടിങ് എന്ന് വച്ചേക്കില്ല, ആയിട്ടുള്ള മെറ്റീരിയലാണ്. കൊണ്ടാണ് നമുക്ക് സാധനങ്ങൾ എടുക്കാം. ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾക്ക് ഒട്ടും വെയിറ്റില്ല ഗൈസ്. എടുക്കട്ടെ ഗൈസ്. നമ്മളെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളെല്ലാവരും നമ്മളെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് രസം. നമുക്കിനി കുടഞ്ഞിടാണ് ഗൈസ്. നമ്മൾ കുടഞ്ഞിരിക്കുന്നു ഗൈസ്. നമുക്കെല്ലാം പിടിച്ചെടുക്കാം ഗൈസ്. ഗൈസ് നമ്മൾ കണ്ടോളൂ. ഗൈസ് നമ്മുടെ വട്ടത്തിലുള്ള സാധനം പറഞ്ഞില്ലേ, മറ്റേ കബാബൊക്കെ ഉണ്ടാക്കണേ ആ സംഭവമാണ് ഗൈസ് ഇതിനകത്തുള്ളത് ഗൈസ്. തുറക്കാം ഗൈസ്. കൈ മുറിയല്ലേ ഗൈസ്. കിട്ടിയിട്ടുണ്ട് 2 സാധനങ്ങൾ. കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്. അങ്ങനെ എനിക്ക് ഈ സന്തോഷം കാരണം എനിക്ക് കുറേ നാളായിട്ട് ആലോചിച്ചിരിക്കുന്ന സാധനം കിട്ടുമ്പോൾ സന്തോഷമൊന്നും വേറെ ഗൈസ്. നമുക്കിനി ഇതൊക്കെ എടുക്കണ്ട ഗൈസ്. നമുക്ക് എടുക്കാം. ബൈ ഗൈസ്. ബ്രാഷിലാണ് വലിച്ചെറിയ സ്പോഞ്ചും മറ്റേ കോപ്പും എല്ലാ കോപ്പുകളുണ്ട്. ഇതും ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, പക്ഷേ ഇത് മെറ്റലാണ്. ഇതാണ് നമ്മുടെ ടൂൾ. ഇവിടെ റിമൂവൽ ടൂൾ വെച്ചാണ് എടുക്കുന്നത്. കാണിച്ചു തരാം, അത് ഞാൻ അവസാനം കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ വെച്ച് ഉണ്ടാക്കണം. അല്ലാതെ നമുക്കിവിടെ ചിക്കൻ കറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ സ്വിച്ചൊക്കെ ഓണാക്കി കുത്തി കഴിയുമ്പോഴാണ് കാണിക്കുന്നത്. നമുക്കിവിടെ ഇവിടുത്തെ മറ്റേ പ്ലാസ്റ്റിക്കും മറ്റേ കോപ്പും കളയണ്ടേ. ഇവിടെ കളയണം ഗൈസ്. കളയാൻ എന്നെ പാടാണ് ഗൈസ്. എന്നെ ഒട്ടിയ ഭയങ്കര ഒട്ടിയ ഗൈസ്. നല്ല സാധനമാണ്. 2 ഇയർ വാറണ്ടി എല്ലാം ഉണ്ട് ഗൈസ്. എയർ ഫ്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ സാധനമൊക്കെ ഇതിനകത്തിട്ട് നമുക്ക് എണ്ണയില്ല ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം ഗൈസ്. ഇതാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള ടിന്ന്. ഫ്രഞ്ച് ഫ്രൈസ് മാത്രമല്ല എല്ലാം ഉണ്ടാക്കാം. കായ കോക്ക എല്ലാം ഉണ്ടാക്കാം. ഇതാണ് ബാക്ക് സൈഡ്, അല്ല ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ്. നമുക്ക് ഇതിൻ്റെ തുറക്കാം ഗൈസ്. കണ്ടോ നല്ല മെറ്റീരിയലാണ്. ഇത് മെഷ്ഡ് റാക്സ് പോലെ മെഷ്ഡാണ്. അൺബോക്സ് ചെയ്യണമെങ്കിൽ ഗൈസ് ഈ സാധനം വലിച്ചായിരുന്നു. ഞാൻ പേടിച്ചു. ഈ സാധനം എനിക്ക് പേടിയായിരുന്നു, വല്ല പൊട്ടിപ്പോകും. ഞാനത് വലിച്ചു. കറക്റ്റായിട്ട് തുറന്നു ഗൈസ്. വിജാഗിരിയാണ് സെറ്റപ്പ്, കുഞ്ഞു വിജാഗിരി ഗൈസ്. ഇതാണ് നമ്മൾ ചിക്കനെ കുത്താൻ 2 കൂർത്തിരിക്കുന്ന സാധനങ്ങൾ. പിന്നെ സ്ക്രൂ ഉണ്ട് ഗൈസ്. ചിക്കന് കുത്തണ സാധനമാണ്. ചിക്കൻ
കരിഞ്ഞുകൊണ്ടിരിക്കണം സാധനം കറങ്ങി ചിക്കൻ. ഇത് നമ്മുടെ ഈ കബാബ് ഉണ്ടാക്കണതിന് കൂടെ നമുക്ക് ഈ ചിക്കൻ്റെ കറങ്ങണ സെറ്റപ്പിൻ്റെ ഒരു കമ്പിയുണ്ട്. അത് പറഞ്ഞാൽ ഇതിൻ്റെയാണ്. ഇതിൻ്റെ അല്ല ഗൈസ്, അതെ ഇതിൻ്റെ കൂടെ ഈ കമ്പിയുണ്ടോ, ഇത് ഞാൻ തൊട്ടകണി ഇത് അതിലായിട്ടാണ് നമ്മൾ ചിക്കൻ കറങ്ങി സെറ്റപ്പൊക്കെ ഉണ്ടാക്കണത് ഗൈസ്. നമുക്കിത് അൺബോക്സ് ചെയ്യണേ കാര്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി അൺബോക്സ്ഡാണ്. നമുക്കിത് കയറ്റി വെക്കാം. ഞാൻ റിമൂവൽ ടൂൾ ഇത് കയറ്റി വെച്ച് കാണിച്ചിരുന്നു ഗൈസ്. ഇതാണ് ഓവൻ ബാസ്ക്കറ്റ്. നമുക്ക് റിമൂവൽ ടൂൾ എടുക്കാം. ഉള്ള ചടങ്ങാണ് ഗൈസ്, ചടങ്ങ് ഞാൻ വെച്ച് കാണിച്ചു ഗൈസ്. ഞാൻ തൽക്കാലം ഇപ്പോൾ ഇത് പിന്നെ എടുത്ത് കാണിച്ചു വെച്ചാൽ എനിക്ക് അത്ര അറിയില്ല ചെയ്യാൻ. നമുക്കിനി എല്ലാം ഫിറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. കണ്ടോ ഇതാണ് നമ്മുടെ എയർ ഫ്രയർ. നല്ല സ്പേസ് ഉണ്ട്, ഒരു വലിയ കോഴി വയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ഗ്രില്ലിൻ്റെ സേഫ്റ്റിക്കായിട്ടൊരു സാധനമുണ്ട് ഗൈസ്. ഇനി എൻ്റെ കുക്കിംഗ് വീഡിയോ ഇതെങ്ങനെ ഓൺ ചെയ്യണ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിർബന്ധിക്കുകയാണ് ഈ സാധനം എന്തായാലും നിങ്ങൾ മേടിക്കണം. എണ്ണയില്ലാതെ എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. നല്ല സാധനമാണ്, PGൻ്റെ കമ്പനിയാണ് ഗൈസ്.